നുണക്കോട്ടകൾ കൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും നിശിതമായി വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. യൂത്ത് കോൺഗ്രസ് നേതാവായ എം.എൽ.എയുടെ പീഡന പരമ്പര പുറത്തുവന്നപ്പോൾ പ്രതിക്കൂട്ടിലായത് CPIM എന്ന ഒരു വിചിത്ര ന്യായം പ്രതിപക്ഷ നേതാവ് വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഇത്തരം പരമാബദ്ധങ്ങൾ കൊണ്ടൊന്നും കോൺഗ്രസിന്റെയും UDFന്റെയും വികൃത മുഖം മറച്ചുവെക്കാൻ കഴിയില്ല എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഓർമ്മിപ്പിക്കുകയാണ്. കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ മറുപടിക്കായി മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. പിണറായി വിജയൻ സതീശനോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. ലൈഫ് മിഷൻ അടക്കമുള്ള 4 മിഷനുകളും പിരിച്ചുവിടുമെന്നാണ് അന്നത്തെ UDF കൺവീനറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ MM ഹസ്സൻ പ്രഖ്യാപിച്ചത്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഹസ്സനെ തള്ളി പറയുന്നില്ല? ഇതാണ് പിണറായി ചോദിച്ച ആദ്യത്തെ ചോദ്യം. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ ഉണ്ടായ വസ്തുതാവിരുദ്ധമായ എല്ലാ എതിർപ്പുകൾക്കും പിന്തുണ പ്രഖ്യാപിച്ചവരാണ് പ്രതിപക്ഷം. തുറമുഖം കമ്മീഷൻ ചെയ്തിരിക്കുന്നു. പഴയ നിലപാടിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ചു നിൽക്കുമോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. വയനാട് തുരങ്കപാത അടക്കമുള്ള പദ്ധതികളെ എതിർക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞത്. തുരങ്കപാതയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും എതിർക്കുമോ എന്നാണ് മൂന്നാമത്തെ ചോദ്യം. തീരദേശ ഹൈവേ നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് കത്ത് നൽകി. നിലവിൽ അതും പൂർത്തീകരണത്തോടടുക്കുകയാണ്. എതിർപ്പ് തുടരുന്നുണ്ടോ എന്നായിരുന്നു നാലാമത്തെ ചോദ്യം. 62 ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നത് വോട്ട് പിടിക്കാനുള്ള കൈക്കൂലിയാണെന്ന് പറഞ്ഞത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയായും അത് വാങ്ങുന്നവരെ കൈക്കൂലി വാങ്ങുന്നവരായും പ്രതിപക്ഷ നേതാവ് കാണുന്നുണ്ടോ എന്നതാണ് അഞ്ചാമതായി ചോദിച്ചത്. ദേശീയപാത പൂർത്തീകരിക്കുന്നതിൽ ഒരടി പോലും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരനാണ്. നന്ദിഗ്രാമിലെ മണ്ണും കൊണ്ട് കീഴാറ്റൂരിലേക്ക് വന്നവർ ഇപ്പോഴും ദേശീയപാതയ്ക്കെതിരെ നിലപാട് തുടരുന്നുണ്ടോ എന്നാണ് അടുത്തതായി ചോദിച്ചത്. ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കില്ലെന്ന് പറഞ്ഞതും സമരം നയിച്ചതും അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരനും ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ. ഗെയിൽ പൈപ്പ് ലൈൻ ഒരു യാഥാർത്ഥ്യമാണ്. പഴയ നിലപാട് മാറ്റിയോ എന്നതാണ് ഏഴാമത്തെ ചോദ്യം. കേരളത്തിന്റെ അതിജീവന ബദലായി ഉയർന്ന കിഫ്ബി വഴി അഭൂതപൂർവമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ ED അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ വഴി വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ നോക്കിയപ്പോൾ അതിനും കൂട്ടുനിന്നല്ലേ? കിഫ്ബി മുഖേന നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പ്രതിപക്ഷം തള്ളിപ്പറയുമോ? ഇതായിരുന്നു എട്ടാമതായി ചോദിക്കുന്നത്. കിഫ്ബി വഴി നാട്ടിലെ സ്കൂളുകളും ആശുപത്രികളും മറ്റ് സൗകര്യങ്ങളും ലോകോത്തരമാക്കുന്നതിനെ പറ്റി പ്രതിപക്ഷത്തിന്റെ നിലവിലെ നിലപാട് എന്താണ് എന്നതായിരുന്നു പിന്നീട് ചോദിച്ചത്. അതിദാരിദ്ര്യമുക്തി എന്ന നമ്മുടെ ലോക ശ്രദ്ധയാകർഷിച്ച നേട്ടത്തെ പാവപ്പെട്ടവർക്ക് റേഷൻ കിട്ടുന്നതിന് തടസ്സമാകുമെന്ന് പ്രചരിപ്പിച്ചതും അതുറപ്പിക്കാൻ പാർലമെന്റിൽ പോലും ഇടപെട്ടതും ശരിയായ കാര്യമാണ് എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടോ എന്നും പിണറായി ചോദിക്കുന്നുണ്ട്. കേരള ബാങ്ക് തുടങ്ങാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞത് മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ലീഗ് നേതാവ് KPA മജീദ് പറഞ്ഞതാകട്ടെ കേരള ബാങ്ക് നടപ്പിലാക്കിയാൽ സർക്കാർ വിവരം അറിയുമെന്നും. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേരള ബാങ്ക് നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞത് സർക്കാർ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണമെന്നാണ്. കേരള ബാങ്ക് നിലവിൽ വന്നില്ലേ? ഇക്കാര്യത്തിൽ UDFന്റെ നിലപാട് എന്താണെന്നാണ് ചോദ്യം ഉയരുന്നത്. K-ഫോൺ പദ്ധതിക്കെതിരെ വ്യവഹാരത്തിന് ചെന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. ഏതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇൻട്രസ്റ്റ് എന്നാണ് മറ്റൊരു ചോദ്യം. ദുരന്തബാധിതർക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വീട് വെച്ച് നൽകുമെന്നത് പ്രഖ്യാപിച്ച കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് അതിന് പണം പിരിച്ചതുമാണ്. എത്ര വീടാണ് വെക്കുന്നതെന്നും അത് എവിടെയൊക്കെയാണ് വെക്കുന്നതെന്നും വെളിപ്പെടുത്തുമോ എന്നാണ് പിണറായി ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. സിൽവർ ലൈനിന്റെ കുറ്റിപ്പറിക്കാൻ സമരം ചെയ്ത പ്രതിപക്ഷത്തിന് കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന റെയിൽപാത വേണ്ട എന്ന അഭിപ്രായമുണ്ടോ? കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയെ പ്രതിപക്ഷം എതിർക്കാതിരുന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ്. കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകാൻ നൽകിയ ഭക്ഷ്യക്കിറ്റിനെ പോലും തെറ്റായ വ്യാഖ്യാനം നൽകി പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷം. എന്തിനേയും എതിർത്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ലാതെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനോ നല്ലതിനെ അംഗീകരിക്കാനോ തയ്യാറായിട്ടുണ്ടോ എന്നും വി.ഡി. സതീശനോട് മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. എന്തൊക്കെയായാലും ചോദ്യങ്ങൾ റെഡി. ഇനി അറിയേണ്ടത് ഉത്തരങ്ങളാണ്. ചോദ്യത്തിന്റെ അതേ മാസിൽ തന്നെ ഉത്തരങ്ങൾ നൽകിയില്ലെങ്കിൽ സതീശ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുമെന്ന കാര്യം ഓർക്കണം.